ഹായ് ഓൾ, എല്ലാവർക്കും റീഡർ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയി തോന്നും. ഞാനും അതെ, ഞാൻ ഓണക്കോടിയൊക്കെ എടുത്തു. ഞങ്ങൾ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തു. അപ്പം അതൊക്കെ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞാൻ വീണ്ടും ഒരു കാനഡ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് കാനഡയെ കുറിച്ചിട്ട് വീണ്ടും പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്നോടൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പം വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ശരിക്കും കാനഡയിൽ പോയാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ശരിക്കും കാനഡയിൽ പോകാൻ പറ്റുമോ, പോയി കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെടുമോ, പിന്നെ വിസിറ്റ് വിസയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാലും ഒരു വ്ളോഗ് ചെയ്യാം, എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറയാമെന്ന് വിചാരിച്ചിട്ട് ഈ വ്ളോഗ് ചെയ്യുന്നത്. എന്നോട് ക്ഷമിക്കണം, എൻ്റെ വ്യൂവേഴ്സ് എന്നോട് ദയവായിട്ട് ക്ഷമിക്കണം. കാരണം എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാനഡ ടോപ്പിക്ക് ചെയ്യുന്നത്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നിങ്ങളെ മടുപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇത് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിനാറിയോ എന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം കാനഡ എന്ന് പറയുന്ന രാജ്യം ഒരു 5 വർഷം മുമ്പ് പോയവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു 3 വർഷം മുമ്പ് പോയവരെ സംബന്ധിച്ചിടത്ത് പോലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അവർക്ക് അവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, അവർക്ക് വേഗം ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ഈ സമയം കൊണ്ട് അവർ PR എന്ന് പറയുന്ന സംഭവത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് കാനഡ കുഴപ്പമില്ലാത്തൊരു രാജ്യമാണ്. അവരാണെങ്കിലും സ്ട്രഗിൾസിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്, പിന്നെ ഇല്ലാഴിയൊന്നുമില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ വർഷം പോയവരെക്കാട്ടിലും അല്ലെങ്കിൽ ഇനി പോകുന്നവരെക്കാട്ടിലും അവരുടെ സിറ്റുവേഷൻ നല്ല ബെറ്ററാണ്. ഓക്കെ, അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ അവർക്ക് ജോലി ചെയ്യാൻ ആൾക്കാരെ വേണമെന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് നമ്മുടെ ഇവിടെ ബംഗാളികൾ എന്താണോ പണി ചെയ്യുന്നത് അത്തരം ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ ലേബേഴ്സിനാണ് അവർക്ക് വേണ്ടത്. ആ ഒരു റിയാലിറ്റി നമ്മളോട് ഒരു കാരണവശാലും ഏജൻസികൾ പറയത്തില്ല, അവർ പറഞ്ഞു തരത്തില്ല. കാരണം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ആരും പോകത്തില്ലല്ലോ. അപ്പം പലരും അവിടെ ചെന്നിട്ട് ചെയ്യുന്ന ജോലികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നല്ല കഷ്ടപ്പാടുള്ള ജോലികളാണ്. ഇപ്പോൾ ഞാൻ ചെയ്ത മാതിരിയുള്ള ജോലിയെക്കാട്ടിലും കഷ്ടപ്പാടുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, എൻജിനീയേഴ്സായിട്ട് MTech കഴിഞ്ഞ് പിന്നെന്താ ഇവിടെ നാട്ടിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അവിടെ പോയിട്ട് ക്ലീനിങ് ജോബാണ് ചെയ്യുന്നത്. ക്ലീനിങ് ജോബിന് എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ ഈ ക്ലീനിങ് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിങ്ങും MTechും കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അവിടെ പോകേണ്ട ആവശ്യം എന്താണ്? അതാണ് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇപ്പം വേറെ ആൾ, എനിക്കറിയാവുന്ന ഒരാൾ പിന്നെ ബസ്സിൽ ആയായിട്ട് പോകുന്നുണ്ട്. ഈ കാനഡയിൽ പോയിട്ട് ബസ്സിൽ ആയായിട്ടൊക്കെ പോകാൻ വേണ്ടിയാണോ നമ്മളവിടെ പോകുന്നത്? അല്ലല്ലോ. നമ്മൾ കുറച്ചും കൂടെ നമ്മൾ നാട്ടിൽ ജീവിച്ചതിനെക്കാട്ടി ബെറ്ററായിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലാതെ ആയയുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നല്ല ജോലി കിട്ടത്തില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ജോലി ചെയ്തുകൊണ്ട് അതേ ഫീൽഡിൽ തന്നെയാണ് കിട്ടിയത്. പക്ഷേ ആ ജോലി ഭയങ്കരമായിട്ട് ഹെക്റ്റിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ്റെ ഷിഫ്റ്റ് തുടങ്ങുന്നത് രാവിലെ 5 മണിക്കായിരുന്നു. 5 മണിക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ ദൂരം ആ ജോലി സ്ഥലത്തോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിക്കെങ്കിലും പുള്ളിക്ക് പോകണമായിരുന്നു. 3 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ എത്ര മണി എണ്ണിക്കണം? രാവിലെ ഒരു പിന്നെ 1:30-2 മണിയാകുമ്പോൾ എണ്ണീറ്റിട്ട് പിന്നെ ഒരു ബസ് പിടിക്കണം, പിന്നെ അതായത് ട്രെയിൻ പിടിക്കണം, പിന്നെയും ബസ് പിടിക്കണം എന്ന് തോന്നുന്നു. എയർപോർട്ടിലായിരുന്നു, വാൻകൂവർ എയർപോർട്ടിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 8 മണിയോളം. അത് നമ്മുടെ നാട്ടിലെ ഒരു വൈറ്റ് കോളർ ജോബായിരുന്നു. അതായത് ഒരു ഫോറിൻ എക്സ്ചേഞ്ചിലായിരുന്നു പുള്ളിക്ക് ജോലി ഉണ്ടായിരുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് ക്യാഷ്യറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ക്യാഷ്യർ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ വളരെ ലോ പേയിങ് ജോബാണ്. ജസ്റ്റ് ബേസിക് പേ ഉള്ള ജോലി മാത്രമാണ് അവിടെ ഉള്ളത്. പറയുമ്പം ക്യാഷ്യറാണ്, പക്ഷേ അവിടെ കിട്ടുന്ന വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. അവിടുത്തെ ഒരു $17.5 എന്തോ ആണ് അവിടെ ബേസിക് പേ ഉള്ളത്. അത് മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലിക്ക് ജീവിക്കാനുള്ള വരുമാനം അതുകൊണ്ട് കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ കുറേ ടാക്സ് ഉണ്ടായിരുന്നു, ടാക്സ് അടയ്ക്കണം, പിന്നെ നമ്മുടെ വാടക, പിന്നെ നമ്മുടെ അത്യാവശ്യം ഗ്രോസറി, ലോണ്ടറി എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമുക്ക് നാട്ടിലെ 10,000 രൂപ പോലും നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതാണ് ഒരു വൈറ്റ് കോളർ ജോബിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ വൈറ്റ് കോളർ ജോബിന് അവിടെ സാലറി വളരെ കുറവാണ്. അവിടെ സാലറി ഉള്ളത് കൺസ്ട്രക്ഷൻ വർക്ക്, ഈ പറഞ്ഞ മാതിരിയുള്ള എന്താ പറയുക ബേബി സിറ്റിങ്, അങ്ങനെയൊക്കെയുള്ള പണികൾക്ക് അവിടെ പിന്നെയും കുറച്ചും കൂടെയൊക്കെ സാലറി കൂടുതൽ കിട്ടും. ക്ലീനിങ് അതിനൊക്കെ കിട്ടും. പക്ഷേ
നമ്മൾ ഈ ഇത്രയും നാട്ടിൽ അത്രയും ക്വാളിഫൈഡ് ഒക്കെ ആയിട്ട് അവിടെ പോയിട്ട് ഈ ജോലി ചെയ്യണോ വേണ്ട എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ധൈര്യം പോലെ ഇരിക്കും. അപ്പോൾ അത് ചെയ്തിട്ട് ഡിപ്രഷൻ അടിച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടത് ഈ ടൈപ്പ് ജോലികളൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരെയാണ്. അതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത്, പല ആൾക്കാരും ഇത് തുറന്നു പറയത്തില്ല. കാരണം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യുമോ, ഇത് വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത് തുറന്നു പറയത്തില്ല. ഇപ്പം ഞാനിത് തുറന്നു പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ച് മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നുള്ളത് ഞാൻ കൺസേൺ അല്ല. എന്നോട് സംസാരിച്ചില്ലെങ്കിൽ വേണ്ട, ഇറ്റ്സ് ഓക്കെ, ഞാനത് ബോദർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എല്ലാവരും അത് ഭയങ്കര മനോവിഷമമായിരിക്കും ആൾക്കാർക്ക് ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് അവരത് പറയത്തില്ല. അവർ കാനഡയിൽ ചെന്നിട്ട് എന്തോ ചെയ്യുന്നതെന്നുള്ളത് ആരും പറയത്തില്ല. കാനഡയിൽ ചെന്നു, പൈസ അയക്കുന്നു, അത്ര മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ ഒരു ഹാർഷ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇപ്പം അതുപോലെയുള്ള ജോലികൾ പോലും അവിടെ കിട്ടുന്നില്ല. അതാണിപ്പോൾ രണ്ടാമത്തെ കാര്യം. ഇപ്പം സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ സ്റ്റുഡൻസിന് സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് അടിച്ചു കൊടുക്കുന്നില്ല. വളരെ നിസ്സാരപ്പെട്ട കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വർക്ക് പെർമിറ്റ് അവർ അടിച്ചു കൊടുക്കാത്തത്. ഇപ്പോൾ ഫുഡ് ബാങ്ക് കൂടുതൽ ഉപയോഗിച്ചു എന്നോ ഒക്കെ പറഞ്ഞിട്ട് അവർ വർക്ക് പെർമിറ്റ് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച സറിയിൽ ഭയങ്കര പ്രക്ഷോഭമാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. കാരണം വർക്ക് പെർമിറ്റ് അടിച്ചു കൊടുക്കാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നാട്ടിലോട്ട് തിരിച്ചു പോരേണ്ടി വരും. നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി അവിടെ നിൽക്കുന്ന, അറ്റ്ലീസ്റ്റ് വർക്ക് പെർമിറ്റ് കിട്ടി ആ സമയത്ത് അത്യാവശ്യം ജോലികൾ ചെയ്ത് പിന്നെ പൈസ തിരിച്ചു പിടിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ വരും. അങ്ങനെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ നാട് പോലെയല്ല എന്നുണ്ടെങ്കിൽ അവിടെ സിറ്റിയുടെ ഡെവലപ്മെൻ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒന്നുമില്ല. ഇപ്പം നമ്മൾ കേരളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ടൗണും വില്ലേജും തമ്മിൽ അത്ര വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. ഇപ്പം കുഗ്രാമങ്ങളെന്ന് വെച്ചാൽ അത്ര കുഗ്രാമങ്ങളിൽ മാത്രമേ യാതൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഒരു ഗ്രാമത്തിൽ അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. നമുക്ക് പിന്നെ അതിനേക്കാട്ടി കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടൗണിലോട്ട് വരാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി നല്ല ഡെവലപ്ഡാണ്. പിന്നെ സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. അവിടെ കുറേ കൃഷിയിടങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം നല്ല നയനമനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളാണുള്ളത്. അപ്പം ഗവൺമെൻറ്റിന് സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ ഡെവലപ്ഡ് ആക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് അവർ നോക്കുന്നത് ഇനിയിപ്പം. അപ്പോൾ അവർക്ക് ഓൾറെഡി ജനറൽ ലേബേഴ്സ് അവിടെ ആയി. പിന്നെ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന ആൾക്കാരെ മതിയല്ലോ അവർക്ക്. അപ്പോൾ അവിടെ അത്തരം ആൾക്കാരെ മാത്രമേ ഗവൺമെൻറ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ വിസിറ്റ് വിസ ചെന്നിട്ട് നേരത്തെ വർക്ക് വിസയിലോട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇപ്പോൾ അത് ഗവൺമെൻറ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഈവൻ വിസിറ്റ് വിസ പോലും അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇന്ത്യക്കാർക്ക് വിസിറ്റ് വിസ പോലും കൊടുക്കുന്നില്ലെന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ. നിങ്ങൾക്ക് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് വിസിറ്റ് വിസയിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കാനഡയെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ഗൾഫിൽ പോകുന്നതാണ്. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവിടെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. ഇവിടെ മലയാളികളില്ലെന്നല്ല, പക്ഷേ എന്നാലും മലയാളി കമ്മ്യൂണിറ്റി കുറേ കൂടെ സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ നോക്കാം. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി കമ്മ്യൂണിറ്റീസ് പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് അവർക്ക് ഭയങ്കര പുച്ഛമാണ്. തുറന്നു പറയാലോ, അവിടെ ഓൾറെഡി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികൾക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് ഭയങ്കര പഞ്ചപുച്ഛമാണ്. അപ്പോൾ അവർ ഹെൽപ്പൊന്നും ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പിന്നെ എന്താ പറയുക, ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് ജോലിയൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പോവാം. അത്രയും നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് അവർ സഹായിക്കും എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം അങ്ങനെ ബന്ധുക്കളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് സക്സസ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. പിടിച്ചു നിൽക്കാൻ പറ്റി കുഴപ്പമില്ലാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അത്ര നിങ്ങൾക്ക് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ഇതാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും പരിമിതികളുണ്ട്. അവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവർ വല്ലാത്ത സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവർക്ക് അവിടെ നിങ്ങളെ കൂടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ
അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും അവർ ഡിസ്കറേജ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും എന്നോട് റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മൾ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ഉപബോധ മനസ്സിൽ നമ്മൾ കാനഡയിൽ പോയിട്ട് രക്ഷപ്പെടണം എന്നുള്ള ചിന്താഗതി ആയിരിക്കും നമുക്ക് അതിശക്തമായിട്ടുണ്ടാവും. അപ്പം നമ്മളത് കേൾക്കത്തില്ല. അപ്പം ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞാലും പോകണം എന്ന് അത്രയും അടിയുറച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയെന്നിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല, തീരെ നല്ലതല്ല. കാരണം ജോലി സാധ്യത ഇല്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് ഗവൺമെൻറ് തീരെ വെൽക്കമിങ് അല്ല, ഗവൺമെൻറ്റിന് അവിടെ ആൾക്കാരെ വേണ്ട, അതാണ് വേറെ ഉള്ളത്. പിന്നെ അവിടെ നിങ്ങൾക്ക് ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ മോശമാണ്. നിങ്ങളിപ്പോൾ വിസിറ്റ് വിസയിലൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോടികളാണ് കൊടുക്കേണ്ടി വരിക നിങ്ങൾക്ക് ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വർക്ക് വിസയിലൊക്കെ പോവുകയാണെങ്കിൽ വർക്ക് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്നാലും നമ്മൾ വർക്ക് വിസയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് അവിടെ. ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൺസെഷൻസ് കിട്ടും. പക്ഷേ ഒരു വിസിറ്റ് വിസയിൽ പോകുന്ന ആൾക്കാർക്ക് അതൊന്നും കിട്ടണം നിർബന്ധമൊന്നുമില്ല. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കോടികളും ലക്ഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ ചിലവായിപ്പോവും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഇതൊരു പോസിബിലിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകണം, ഒരു വിദേശ രാജ്യത്ത് പോയി നിങ്ങളുടെ കടബാധ്യതയൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിനെക്കാട്ടിൽ നല്ലത്, കാനഡയെക്കാട്ടിൽ നല്ലത് എന്താ പറയുക, വേറെ ഗൾഫ് കൺട്രീസൊക്കെ ആയിരിക്കും. പിന്നെ അത്രയും ഡിറ്റർമൈൻഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോയി നോക്കാം. അപ്പോൾ എനിക്ക് ലക്ക് ഇല്ലാതായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലക്ക് ഉണ്ടാകാതിരിക്കാൻ, നിങ്ങൾക്ക് ലക്ക് ഇല്ലാതിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അവിടെ ലക്ക് ഉണ്ടായാലും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഡിറ്റർമൈൻഡ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലക്ക് ട്രൈ ചെയ്ത് നോക്കുക, അതേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ പണ്ടത്തെ മാതിരിയുള്ളൊരു സാഹചര്യം പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഏതായാലും ഇപ്പോഴത്തെ വാർത്തകളും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യാം. എന്നിട്ട് ഏതാണ് നല്ലത് ഏതാണ് ബാഡ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഒരു തീരുമാനത്തിൽ എത്തുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഏതായാലും ഈ ഹോണസ്റ്റ് ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ അടുത്ത എന്തായാലും നമ്മുടെ ഓണം വ്ലോഗ് ആയിരിക്കും. ഓണം വ്ലോഗുമായിട്ട് കാണുന്നുണ്ട്. ബൈ ബൈ.